അപ്പം നമുക്കിവിടെ വളരെ എക്സ്പെക്റ്റേഷനോടുകൂടിയും ക്യൂരിയസിറ്റിയോടുകൂടിയും വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ KBCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 6 AM എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ എല്ലാവർക്കും ഒരു മാഗ്നറ്റിക് മോർണിംഗ്, ഹെൽത്തി മോർണിംഗ് ആൻഡ് വെൽത്തി മോർണിംഗ് നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. അപ്പം നമുക്കൊക്കെ അറിയാം, ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മളുടെ ഒക്കെ ഓരോരുത്തരുടെയും കയ്യിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് അതിനുള്ള കാരണം ആരാണ്? ആരുമല്ല, നമ്മുടെ ജഗദീശ്വരനാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്താണെന്ന് അറിയാനുള്ള ക്ഷമ കാണിക്കാനും ഇത് വാങ്ങാനും ഇത് ഉപയോഗിക്കാനും തോന്നിപ്പിച്ചത് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടിയവർക്കൊക്കെ അത് പറയാനുണ്ടാവും അല്ലേ? അപ്പം ആ ഒരു ജഗദീശ്വരനെ നമ്മൾ ഈ നിമിഷം ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? അപ്പം നമുക്ക് ആ ജഗദീശ്വരനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ ഒരു കുറച്ച് സെക്കൻഡ്സ് നമുക്ക് മൗനമായിട്ടിരിക്കാം. ഓക്കെ, ബാക്ക് ടു സെഷൻ. താങ്ക് യു ഓൾ. വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ 6 AM സെഷൻ ആരംഭിക്കാം. എന്നെ പരിചയം ഉണ്ടാവാത്ത ആളുകൾ ഉണ്ടാവും ഇവിടെ. അപ്പം ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലീന സുജിത്. ഞാൻ നിങ്ങളൊക്കെ രത്തൻ ടാറ്റയെ പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ രത്തൻ ടാറ്റയുടെ നാട്ടിലാണ് ഞാൻ. ടാറ്റാ നഗർ എന്ന് പറയും. ടാറ്റാ നഗർ ഉള്ളത് ജാർഖണ്ഡ് സ്റ്റേറ്റിലാണ്. നമുക്ക് ബീഹാർ സ്റ്റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ബീഹാർ സ്റ്റേറ്റ് ഉണ്ടായി വിഭാഗിച്ചപ്പോൾ ഉണ്ടായ സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. അങ്ങനെ ജാർഖണ്ഡ് സ്റ്റേറ്റിൽ ഞാൻ ലോങ് ടൈമായി സെറ്റിൽഡ് ആയി ഇരിക്കുകയാണ്. ഹസ്ബൻഡ് ഇവിടെ ടാറ്റ സ്റ്റീലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഈയിടെ ഒരു 2 വർഷം മുമ്പെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിനെ പറ്റി എന്താ പറയുക, ഒരു ദൈവദൂതനെ പോലെ എനിക്ക് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ എന്താ ഇതിനെപ്പറ്റി ഞാനൊന്ന് ശരിക്കും റിസർച്ച് ചെയ്തു. അപ്പോൾ ഇത് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ളൊരു സംശയം. അങ്ങനെ എൻ്റെ ചേച്ചിയെ കൊണ്ട് വാങ്ങിപ്പിക്കുകയായിരുന്നു. ഇത് ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്, ചേച്ചി ഒന്ന് പരീക്ഷിച്ചു. കാരണം ചേച്ചിക്ക് വളരെ അസുഖത്തിൻ്റെ ഒരു കലവറയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഇത് വാങ്ങി റിസൾട്ട് എങ്ങനെ എനിക്ക് മനസ്സിലാവും? അങ്ങനെ ചേച്ചിയെ കൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചി വാങ്ങുന്നതിന് ശേഷം, ചേച്ചിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം പിന്നീട് ഞാനത് വാങ്ങുകയും എനിക്കും റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിക്കും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും, എൻ്റെ ഫാമിലിക്കും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരിലേക്ക് തിരികുകയായിരുന്നു. അപ്പോൾ ഞാനൊരു സേക്രഡ് ഹാർട്ട് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിലെ ഫ്രണ്ട്സിനോടൊക്കെ, ഉറ്റ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു. പക്ഷേ കുറച്ച് പേരൊക്കെ അവഗണിച്ചു. അതിൽ കൂടെ എന്താ പറയുക, അത് സ്വീകരിച്ചു കൊണ്ടുവന്ന ധീര വനിതകളാണ് എൻ്റെ കൂട്ടുകാരികളായ നീത ശൈലേഷും പർവീൺ സിദ്ദിഖും. അവരിലൂടെയാണ് ഞാനിത് ഒരു ബിസിനസ്സായി, അവരിത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിനെ എന്തുകൊണ്ട് ഒരു ബിസിനസ്സായി നമുക്ക് കൊണ്ടുപോയിക്കൂടാ, നമുക്ക് കട്ടക്ക് നിന്ന് ഇതിനൊരു ബിസിനസ് ആയിക്കൂടെ എന്ന് അവരുടെ രണ്ടാളുടെ അഭിപ്രായത്തോടു കൂടി, പിന്നെ കൂടാതെ എൻ്റെ ചേച്ചിയും, അങ്ങനെ ഞങ്ങൾ 3 പേരുമുള്ള ഒരു ടീം അവിടെ ആരംഭിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലർക്കും പ്രൊഡക്റ്റ് കൊടുത്തു, പലർക്കും റിസൾട്ട് തുടങ്ങി. ഞങ്ങളുടെ ടീം ചെറുതായി എന്താ പറയുക കൂടി വരികയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പർവീൺ സിദ്ദിഖിലൂടെ ഇപ്പം നിങ്ങളൊക്കെ കാതോർത്ത് നിൽക്കാൻ നിൽക്കുന്ന മിസ്റ്റർ സുമേഷ് സർ, ഡോക്ടർ സുമേഷ് സർ ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ സുമേഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് ഇൻ്റർവെൻഷണൽ പൊഡയാട്രിസ്റ്റ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആ ടേം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഫുഡ് ആൻഡ് വൂണ്ട് കെയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് ഞാൻ ഒന്ന് ഡീപ്പായി പറഞ്ഞുതരാം. അദ്ദേഹം ജനനം കൊണ്ട് കോയമ്പത്തൂരാണ്, പക്ഷേ ബ്രോട്ടപ്പ് ഇൻ കണ്ണൂരാണ്. അങ്ങനെ തലശ്ശേരിയിലാണ് ഡോക്ടർ റിസൈഡിങ്. പിന്നെ കൊച്ചിൻ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ സാറ് വേരിയസ് ഡിപ്ലോമയൊക്കെ എടുത്തു. അതോടൊപ്പം ഫുഡ് ആൻഡ് വുഡ് കെയറിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തുകൊണ്ട് നോർത്ത് കേരളയിലെ പല മേജർ ഹോസ്പിറ്റലും വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം കോഴിക്കോട് ശ്രീധർ ഡയാ കെയറിൽ ഇൻ്റർവെൻഷണൽ പൊഡയാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം കൂടാതെ
he was former chief podiatrist for one step ahead outreach program by the diabetes വേൾഡ് ഡയബറ്റീസ് ഫൗണ്ടേഷൻ. അതും കൂടി സാറിനൊരു വലിയൊരു പദവി ഉണ്ടായിരുന്നു. ഹി വാസ് ദ ഫോമർ ചീഫ് പൊഡയാട്രിസ്റ്റ്. അപ്പം ഈ ഒരു വൂണ്ട് കെയർ, ഈ ഡയബറ്റിക് ഒക്കെ കാരണം കൊണ്ടുള്ള ഫുഡ് കെയർ എല്ലാ ആംഗിൾ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വൂണ്ടും ഈ ഡോക്ടർ ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ നമ്മളുടെ കൂടെ എത്തിയത് എന്ന് പറയുമ്പം നമുക്കറിയാം, ഈ ഒരു കാലിൽ വരുന്ന ഈ ഒരു പ്രോബ്ലംസ് മൊത്തം ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം എൻ്റെ പർവീൻ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഉമ്മക്ക് വെരിക്കോസിൽ വെയിൻ ഉണ്ടായിരുന്നു. വെരിക്കോസിൽ വെയിൻ നമ്മൾ പറയും പിന്നെ കൂടിയാൽ പല പ്രശ്നങ്ങളാണ്. നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ട്രീറ്റ് ചെയ്യാതെ അത് കൂടുതൽ വഷളാവുന്ന സമയത്ത് അതെന്താവും, വെരിക്കോസിൽ അൾസർ എന്ന രൂപത്തിലേക്ക് അത് മാറും എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മക്ക് അതായി. അപ്പം അത് സീരിയസ് കണ്ടീഷനാണ്. അപ്പം കുറേ വർഷങ്ങളായി അവളുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ബയോമാഗ്നറ്റിക്കിനെ പരിചയപ്പെടുന്നതും അവൾ ഉമ്മക്ക് അത് പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടും നമുക്കറിയാം, നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഒരു ശാശ്വത പരിഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പം എന്ത് കാര്യത്തിനായാലും നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അലോപ്പതി ഡോക്ടർ ആയാലും ഹോസ്പിറ്റലായാലും നമുക്ക് സമീപിക്കേണ്ടതാണ്. കാരണം പെട്ടെന്നുള്ള റിലീഫിന് നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്ന് നമ്മൾ എന്താ പറയുക സോൾവ് ആവുമെന്ന് വെച്ച് കാത്തിരിക്കുന്നത് മണ്ടത്തരം തന്നെയാണ്. അപ്പോൾ ഇവളുടെ ഉമ്മക്ക് കുറച്ച് അധികം ആയതുകൊണ്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായി അത് ഹീലിംഗ് പ്രോസസ്സിലേക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ നമുക്ക് ഈ വൂണ്ട്, ഇത്രയും കഠിനമായ വൂണ്ടിനെ ഉണക്കിയെടുക്കണമെങ്കിൽ അത് ഈസി അല്ല. അപ്പോഴാണ് പിന്നെ പർവിയുടെ ഫാമിലി റിലേഷനിലുള്ള ആരോ നമ്മുടെ ഡോക്ടർ സുമേഷിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഡോക്ടർ സുമേഷാണ് പർവിയുടെ ഉമ്മയുടെ കാല് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പർവിയുടെ ഉമ്മയുടെ കയ്യിൽ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ സാർ ചോദിക്കുകയായിരുന്നു എന്താണ് ഇത്. അപ്പം പർവി ഉള്ള അറിവൊക്കെ വെച്ച് പർവി കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുകയും ഡോക്ടർ അതിനെപ്പറ്റി കൂടുതൽ പിന്നെ റിസർച്ചൊക്കെ ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാനൊരു പ്രൊഡക്റ്റ് എടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഡോക്ടർ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ റീസെൻ്റ്ലി നമ്മൾ ഒരു പെരിഫറൽ ഡിസീസ്, കാലിന് വരുന്ന ഒരു ഡിസീസിനെ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരി നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഡോക്ടർ ഇങ്ങോട്ട് പറയുകയായിരുന്നു, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലെ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് അതിനെപ്പറ്റി ഡോക്ടർ ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ക്ലാസ് ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പം ഡോക്ടർ സുമേഷ് സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പിന്നെ ഷൂ ലേസ് സ്വിച്ചർ എന്ന് പറയും, ഷൂ ലേസ് സ്വിച്ചർ, അതൊരു ലേറ്റസ്റ്റ് സ്വിച്ചർ ടെക്നോളജിയാണ്. അതിൽ സാറ് എക്സ്പേർട്ടാണ്. അപ്പം അത് ഏത് കഠിനമായ വൂണ്ടും അങ്ങനെ അഡ്ജോയിൻ ചെയ്യാനുള്ള കഴിവുള്ള ഒരു സിസ്റ്റമാണ് സാറിന് അറിയുന്നത്. അപ്പം അതൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു വെരിക്കോസിൽ അൾസറിലേക്ക് വന്ന് കാല് വല്ലാത്ത രൂപത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോവേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ബഹുമാന്യനായ ഡോക്ടറെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു രോഗത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ അധികം താമസിക്കാതെ നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കാതെ ഞാൻ ഡോക്ടർ സുമേഷിനെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിൻ്റെ 6 AM ആദരവോടെ ബഹുമാന്യനായ ഡോക്ടർ സുമേഷിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വാം വെൽക്കം ഡോക്ടർ സുമേഷ് സർ. ഗുഡ് മോർണിംഗ്. കേൾക്കാവല്ലേ? യെസ്, ഓഡിബിൾ ആണ്. കണ്ടിന്യൂ സർ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി. വളരെ നല്ലൊരു കുറച്ച് നീണ്ടതെങ്കിലും രസകരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ലീനയുടേത്. ഏതായാലും ആദ്യമായിട്ട് ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, ലീന ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്തോളൂ.
സാർ സ്ക്രീന് കാണാം, സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. നമ്മളിപ്പോ ഓൾ മ്യൂട്ടിലാണ് ഉള്ളത്. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. സ്ക്രീനും കാണാം, സാറിന്റെ വോയിസും ഓഡിബിൾ ആണ്. കണ്ടിന്യൂ സാർ. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, അതായത് രക്തചംക്രമണ വ്യവസ്ഥ. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു മാർവലസ് പ്രൊഡക്ഷൻ ആണ്. ദൈവത്തിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഒട്ടനവധി മീൻസ് നമുക്ക് ലോകത്തിൽ ഇന്ന് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയോടും നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരം ഉപമിക്കാനായിട്ട് കഴിയില്ല. അത്രയും കാര്യം ഇത്രയും ഫോർകാസ്റ്റ് ആയിട്ട്, അതായത് ഭാവിയിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ സൃഷ്ടിച്ച, അത് ദൈവമാവാം, ആ ഒരു ശക്തി നമ്മൾ ഇത്രയും മുൻകൂട്ടി കണ്ടുകൊണ്ട് സൃഷ്ടിച്ച ഒരു മഹത്തരമായ ഒരു സൃഷ്ടി. അപ്പൊ അതിൽ നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറയണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ നീളം നമ്മൾ അതിനെ ഓരോന്നിനും എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം 90,000 മുതൽ 1,00,000 കിലോമീറ്റർ വരെ അതിന്റെ നീളം ഉണ്ട്. അതായത് വേണമെങ്കിൽ നമുക്ക് ഭൂമിയെ ഒരു 2-2.5 മടങ്ങ് നമുക്ക് കറക്റ്റായിട്ട് ചുറ്റി വരിയാം. ഇത്രയും നീളമുള്ള ഒരു രക്തക്കൊഴലുകളും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ്, ഒരു വലിയൊരു പമ്പിംഗ് സിസ്റ്റം അതിനകത്തേക്ക് ഉണ്ട്. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലുകളിലേക്ക് പോവാം. ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പാർട്സ് ഓഫ് സർക്കുലറി സിസ്റ്റം, എന്തൊക്കെ പിന്നെ അവയവങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ അവയവത്തിന്റെയും എന്താണ് അതിന്റെ ഫങ്ഷൻ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അവസാനം നമ്മൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇതിനകത്ത് ഒരു മെസ്സേജ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക, മറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മുടെ ഹാർട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് നമുക്ക് ലങ്സ് വരുന്നു, ശ്വാസകോശം വരുന്നു, അതുപോലെ ആർട്ടറി നമുക്കറിയാം. ആർട്ടറി എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തില് ധമനികൾ എന്ന് പറയുന്നു. വെയിൻ എന്നാൽ സിരകൾ, കാപ്പിലറി എന്ന് പറയുമ്പോൾ ലോമികകൾ എന്നാണ് നമ്മൾ പറയുക. അതായത് ഏറ്റവും നേരിയ, അതായത് തലമുടി നാരിന്റെ അത്രയും വലുപ്പമുള്ള രക്തക്കുഴലുകളാണ് നമ്മുടെ കാപ്പിലറീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം കിഡ്നി അഥവാ വൃക്ക. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, ഹൃദയമാണ് ആക്ച്വലി ഈ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഹൃദയമാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് പമ്പ് ചെയ്തയക്കുന്ന ഒരു പമ്പ് ഹൗസ് ആയിട്ടാണ് ആക്ച്വലി ഹൃദയം നമുക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ ചെറിയ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ ഹൃദയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. 4 അറകളുള്ള വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നത് ആർട്ടറീസ് ആണ്. ആർട്ടറി നമ്മുടെ ശരീരത്തിലെ ശുദ്ധ രക്തവാഹകരാണ്. അതായത് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വെയിൻ, അതാ സിരകൾ. വെയിൻ നമ്മുടെ ശരീരത്തിൽ അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് വെയിൻ എന്ന് പറയുന്നത്, സിരകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാപ്പിലറീസ് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ നേരിയ രക്തക്കുഴലുകളാണ് ഇവര്. ഈ കാപ്പിലറീസിലൂടെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ഓക്സിജൻ ബ്ലഡിലേക്ക് വരുന്നതും, അതുപോലെ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും കോശങ്ങളിലേക്കും രക്തം എത്തിച്ചേരുന്നത് ലോമികളിൽ കൂടിയാണ്, അതായത് കാപ്പിലറീസിൽ കൂടിയാണ്. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ലങ്സ് ആണ്. ലങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലേക്ക് നമുക്ക് ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് തിരിച്ച് വെളിയിലേക്ക് നമ്മൾ കളയുന്നതൊക്കെ നമ്മുടെ ലങ്സിലൂടെയാണ്.
കിഡ്നി. നമുക്കറിയാം ശരീരത്തിലെ ക്ലീനിങ് പ്രോസസ്, അതായത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ സകല മാലിന്യങ്ങളെയും അരിച്ചു മാറ്റി നമ്മുടെ ശരീരത്തെ ശുദ്ധമായി നിലനിർത്തുന്ന എസ്പെഷ്യലി ബ്ലഡിനെ ശുദ്ധമായി നിലനിർത്തുന്നത് നമ്മുടെ കിഡ്നീസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തില് നമ്മൾ ജീവിക്കുന്നത് വളരെ എന്താ പറയാ പൊള്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് അങ്ങേയറ്റം മലിനമായിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ മുൻപേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും ശുദ്ധവായുവോ അല്ലെങ്കിൽ ശുദ്ധജലമോ ഈവൻ ഭക്ഷണം പോലും നമുക്ക് ശുദ്ധമായിട്ട് ലഭിക്കുന്നില്ല. എല്ലാം നമ്മുടെ ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരവും എല്ലാം ഉയരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അപകടകരമായി അതേ രീതിയിൽ തന്നെ നമ്മൾ എങ്ങനെ ഇതിനെ ഓൾട്ടർ ചെയ്യാം, അല്ലെ ഇതിനെ എങ്ങനെ മാറ്റിമറിക്കാം, ചുരുക്കി പറഞ്ഞാൽ വളരെ കട്ട്ഷോട്ടായിട്ട് പറഞ്ഞാൽ എങ്ങനെ ലാഭം കൂടുതൽ കൊയ്യാം എന്ന് മനുഷ്യൻ ചിന്തിച്ചത് മുതൽ നമ്മുടെ ഭൂമിയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ ലോകം വിരൽത്തുമ്പിലാണ് എന്ന് പറയുമെങ്കിൽ കൂടെ അതുപോലെ തന്നെ നമ്മുടെ ലോകം ഇന്ന് അത്രയധികം മോശമായുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ബയോട്ടോറിയത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഈ 6 മണിക്ക് എഴുന്നേറ്റിരുന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായ രക്തചംക്രമണ വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. നമുക്കറിയാം, നിങ്ങൾ റീസെന്റ് പത്രവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസിലൊക്കെ നമുക്ക് കേൾക്കാം, എന്നും നമ്മുടെ രാജ്യ തലസ്ഥാനം നമുക്ക് പൊല്യൂട്ടഡ്, അവിടുത്തെ വായു മലിനീകരണം പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, കാര്യം നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഓക്സിജന് വളരെയധികം പ്രാധാന്യമാണ്. ഓക്കെ, നമുക്ക് ഇന്ന് അതുപോലെ തന്നെ ഓക്സിജൻ പാർലറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശുദ്ധവായു ശ്വസിക്കണമെങ്കിൽ ഓപ്പൺ അല്ലെ നമ്മുടെ വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്നാലോ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കൊരു ഓക്സിജൻ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള പാർലറുകളിലേക്ക് നമ്മൾ പോവേണ്ടി വരും എന്ന് നമുക്ക് അത്തരത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശുദ്ധവായു ശ്വസിക്കേണ്ടതിനും ശുദ്ധജലം കുടിക്കേണ്ടതിനും നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റവും എല്ലാം ഉൾക്കൊണ്ട് വേണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനായിട്ട്. ഓക്കെ, എന്താണ് ആക്ച്വലി നമ്മുടെ ഈ വ്യവസ്ഥയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വരിക എന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം, രക്ത നിലയ്ക്കുകയോ അഥവാ തലച്ചോറിൽ എവിടെയെങ്കിലും രക്തക്കൊള്ളുകൾ പൊട്ടി പുറത്തേക്ക് ഒഴുകിയോ, ഹെമറേജ് എന്ന് നമ്മൾ പറയും, ബ്ലീഡിങ്, അവിടെ രക്തം കെട്ടിക്കിടക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അസുഖം നമുക്ക് ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ ഇടതുഭാഗമാണ്, ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ വലതു ഭാഗമാണ്. എവിടെ എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്ന നമുക്ക് രക്തം കട്ടകെട്ടി കിടക്കുകയോ അഥവാ ബ്ലീഡിങ്ങോ സംഭവിക്കുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും. നമുക്ക് വലതുഭാഗത്താണ് ഈ പ്രശ്നം സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗമായിരിക്കും തളരുക. തലച്ചോറിന്റെ ഇടതുഭാഗത്താണ് നമുക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗത്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആർട്ടീരിയൽ ഡിസീസസ്, അതായത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയും. അതിൽ ത്രോംബോസിസ് എന്ന് പറയുന്ന രക്തം കട്ടകെട്ടുന്ന അവസ്ഥ, എംബോളിസം എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തക്കട്ടകൾ ശരീരത്തിലൂടെ ഒഴുകി നടന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ക്യാൻസേഴ്സ്. നമുക്ക് ഇന്ന് സർവ്വസാധാരണം
മുന്നെയൊക്കെ നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുന്ന സമയത്ത് അങ്ങേയറ്റം എന്താ പറയാ, ഒരു 10-ഒരാൾക്കോ 100-ഒരാൾക്കോ ഒക്കെ കേൾക്കുന്ന ഒരു അസുഖമായിരുന്നു ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് എന്നും ഒരു ചുരുങ്ങിയത് ഒരു 4-5 പേർക്ക് അദ്ദേഹം ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു ഇന്ന ക്യാൻസർ ആണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം തന്നെയാണ്. നമ്മൾ ഇന്നിപ്പം മെഡിക്കൽ ഫ്രറ്റേണിറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോൺ ഹീലിംഗ് വൂണ്ട്, അതായത് ഉണങ്ങാത്ത മുറിവുകൾ. ഓക്കെ, അതിന്റെ മറ്റൊരു അവസ്ഥയാണ് ഗാംഗ്രീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. സ്ട്രോക്ക് ഞാൻ പറഞ്ഞു. സ്ട്രോക്ക് എന്ന് പറയുന്നത് a stroke is a medical emergency that occurs when blood flow to part of the brain is blocked or when a blood vessel in the brain rupture causing bleeding. The two main types are ischemic stroke caused by a blockage like a blood clot and hemorrhagic stroke caused by bleeding in the brain. Both can lead to brain damage, disability or death because brain cells die within minutes without oxygen. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് തലച്ചോറിൽ എവിടേക്കെങ്കിലും തലച്ചോറിന്റെ ഏതെങ്കിലും ഭാഗത്ത് രക്തവും എത്താതിരുന്നാൽ ആ ഭാഗം പണിമുടക്കും, സഡൻ ആയിരിക്കും. ഓക്കെ, കാര്യം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയാ, വൺസ് ഒരിക്കൽ നശിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകാത്ത ഒരേ ഒരു സെല്ലാണ് നമ്മുടെ ന്യൂറോ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ന്യൂറോ സെൽസ് വൺസ് അത് നശിച്ചാൽ, അത് ഏതെങ്കിലും രീതിയിൽ അതിനൊരു നാശം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ സെൽസിലേക്ക് ഓക്സിജൻ എത്താതിരുന്നാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ബ്ലഡ് വഴിയാണ്. അപ്പോൾ ബ്ലഡ് തലച്ചോറിലേക്ക് എത്താതിരുന്നാൽ, അതിന് ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഓക്സിജൻ എത്താതിരിക്കുകയും ആ ഭാഗം പണിമുടക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ടിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരവസ്ഥ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇന്ന് ആഫ്റ്റർ കോവിഡ്, നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ എന്നും കേൾക്കുകയാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത്. ഓക്കെ, അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുന്നത് ഈ കുഴച്ചിലിന് മുന്നേ എന്താണ് നമ്മുടെ ശരീരം കുഴയാനുള്ള കാരണം? നമ്മുടെ ഹാർട്ട് പണിമുടക്കുന്നതാണ്. ഹാർട്ട് പണിമുടക്കുന്നു, ദെൻ ആ സമയത്ത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അവിടെ നിൽക്കുന്നു, സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം പ്രവർത്തനം നിർത്തുന്നു. അപ്പം ഇന്ന് മുന്നേ ഒക്കെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവം കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്റെ ഒരു കുട്ടിക്കാലത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം എനിക്ക് ചെറുപ്പത്തില് പ്രൈമറി കോംപ്ലക്സ്, അതായത് ബാല ടി വി എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഈ പറയുന്ന പോലെ കോയമ്പത്തൂർ താമസിച്ചതിന് ശേഷം കേരളത്തിലേക്ക് വന്നിട്ട് ഒരു ECG എടുക്കാൻ, കണ്ണൂർ വന്നിട്ട് ഒരു ECG എടുക്കാൻ എന്റെ അച്ഛൻ ഇന്നും കോഴിക്കോട് കൊണ്ടുപോയ ഒരു ഓർമ്മ എനിക്ക് ഇന്നുണ്ട്. അപ്പൊ ആ ഒരു അത്രയും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മള് ടെസ്റ്റുകളായാലും നമ്മുടെ അറിവായാലും നമ്മുടെ എന്തൊക്കെയാണെങ്കിൽ കൂടെ ഇത്രയും നമ്മൾ പുരോഗമിച്ചെങ്കിൽ കൂടെ അതേപോലെ തന്നെ നമ്മുടെ അസുഖങ്ങളും നമുക്ക് കൂടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇന്നിപ്പം ഹാർട്ട് അറ്റാക്ക് വരാൻ അല്ലെങ്കിൽ ഹൃദയത്തിന് ഒരു അസുഖം വരാനായിട്ട് പ്രായമാവേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു 20 വയസ്സാവാം, 20 വയസ്സുകാരനാണെങ്കിലും 18 വയസ്സുകാരനാണെങ്കിലും 40 വയസ്സുകാരനാണെങ്കിലും 35 വയസ്സുകാരനാണെങ്കിലും എല്ലാവരും നമ്മുടെ ഏത് സമയവും നിങ്ങളുടെ ഹൃദയം പണിമുടക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ കാരണങ്ങൾ എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ള കാര്യം അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സ്വാഭാവികമായിട്ടും ഹൃദയം പ്രവർത്തനം നിർത്തുന്ന, ഹൃദയത്തിന്റെ പമ്പിങ് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരവസ്ഥ. നെക്സ്റ്റ് ആണ് ആർട്ടീരിയൽ ഡിസീസ്. ഇപ്പൊ നേരത്തെ നമ്മുടെ MC ലീന പറഞ്ഞു കാര്യം, എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടേ പിന്നെയാണ് എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിലാണ് നമ്മുടെ ഈ ക്ലാസ് ഉരുത്തിരിയുന്നത്. അപ്പൊ എന്താണ് ഈ ആർട്ടീരിയൽ ഡിസീസ്? അതായത് നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖം എന്നാണ് നമുക്കതിനെ പൊതുവെ പറയാനുള്ളത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന പെരിഫറൽ വാസ്കുലർ ഡിസീസ്. മീൻസ്
peripheral vascular disease is a condition where narrowed blood vessels outside the heart and brain reduce blood flow to the body's limb, organs and head. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ, അതായത് എസ്പെഷ്യലി നമ്മൾ ഈ രക്തക്കുഴലുകൾ എന്ന് പറയുന്ന സമയത്ത് ആർട്ടറീസ്, അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന ചുരുക്കം, അതായത് രക്തക്കുഴലുകൾ ചുരുങ്ങിപ്പോവാം. അത് പ്രായം കൊണ്ടാവാം, ചില അസുഖങ്ങൾ കൊണ്ടാവാം, അങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ട് രക്തക്കുഴലുകൾ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ആക്ച്വലി, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്ക് വാസ്കുലർ ഡിസീസ്, അതായത് ആർട്ടീരിയൽ ഡിസീസസ് നമുക്ക് വരാം. ഓക്കെ, ശുദ്ധരക്തം ഓടുന്ന രക്തക്കുഴലുകൾ, അതായത് ആർട്ടീരിയൽ ഡിസീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. The most common type is peripheral arterial disease, that means PAD, okay, caused by arteriosclerosis, plaque buildup in the arteries of the legs or arms. Okay, അതായത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അതായത് PAD എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, അതായത് പ്ലേഗ് ബ്ലോക്കുകൾ, അത് കാൽഷ്യം ഡിപ്പോസിറ്റ്സ് ആവാം, കൊഴുപ്പാവാം, ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി അവിടെ കഞ്ചഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ 100% ബ്ലോക്ക് ഉണ്ടാവുന്നു. അത് നമ്മുടെ ഹാർട്ടിൽ വരാം, ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഈ ബ്ലോക്കേജ് സംഭവിക്കാം. ആ ബ്ലോക്കേജ് സംഭവിക്കുന്നതനുസരിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവം പണിമുടക്കുന്നു. അപ്പൊ കാലിലാണെങ്കിൽ അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഉണങ്ങാത്ത മുറിവുകളായിരിക്കും. നമ്മൾ തലച്ചോറിലാണെങ്കിൽ അത് സ്ട്രോക്ക് ആയിട്ട് പരിണമിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് ഈ ആർട്ടീരിയൽ ഡിസീസ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, symptoms often include leg pain, cramping or fatigue during activity and may include shiny skin, hair loss on the legs and non-healing sores. പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് കാലുകളിൽ ഉണങ്ങാത്ത മുറിവുകൾ വരും, മറ്റു പ്രശ്നങ്ങൾ വരും, നമുക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഇനി അതുപോലെ തന്നെ ഈ ശുദ്ധരക്തം നമ്മുടെ ഞരമ്പുകളിലേക്ക്, ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സാധാരണക്കാരൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഈ രക്തോട്ടം, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ രക്തക്കൊള്ളുകളെയും നമ്മൾ ഞരമ്പുകൾ എന്നാണ് വിളിക്കുക, നമ്മൾ നാഡികളെയും നമ്മൾ ഞരമ്പുകൾ എന്നാണ് ഒരു കോമൺ മാൻ പറയുക. അപ്പൊ അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഞരമ്പുകൾ എന്ന് നമ്മൾ പറയുന്നത് രക്തക്കൊള്ളുകളെയാണ്, ന്യൂറോൺ മീൻസ് നെർവ്സ് എന്ന് പറയുന്നത് നാഡികളാണ്. ഓക്കെ, അപ്പൊ ഈ രക്തക്കൊള്ളുകളിൽ നിന്നും നാഡികളിലേക്ക് രക്തോട്ടം പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ നാഡികൾ എന്താവും, നശിക്കും. അതുവഴി നമുക്ക് സിവിയർ ആയിട്ട് ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കറിയാം, ഡയബറ്റിസ് ഇല്ലാത്ത ആൾക്കാർക്കും വരാം നമുക്ക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കാലുകളിലേക്കുള്ള നാഡികളുടെ ശേഷി നശിച്ച് നമുക്ക് സെൻസേഷൻ, നമുക്ക് തൊട്ടാൽ അറിയാത്ത ഒരു അവസ്ഥ വരും, കാലിൽ വേദന ഉണ്ടാവാത്ത ഒരു അവസ്ഥ വരും. ഏറ്റവും മനുഷ്യന്റെ, ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഏകദേശം ഈ ഒരു 10-18 വർഷത്തെ സർവീസിനിടയിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ വേദനകൾ അറിയാത്ത ഒരു അവസ്ഥ. നമ്മൾ വിചാരിക്കും ഓക്കെ, വേദന അറിയില്ല എന്നതിൽ എന്ത് സുഖമാണ് എന്നുള്ളത്. പക്ഷെ അത് അനുഭവിച്ചവന് മാത്രമേ അതിന്റെ വിവരം അറിയുള്ളൂ. കാര്യം ഒന്ന് എവിടെയെങ്കിലും തട്ടിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിഞ്ഞാലോ ഒന്നും നമ്മൾ അറിയില്ല. രണ്ടാമതൊരാൾ ഒന്നുമില്ല, ഇപ്പൊ കാലിലാണെങ്കിലും മുറിവ് വന്ന് പഴുത്ത് വ്രണമായിട്ട് വീട്ടിലാരെങ്കിലും എന്താ ഒരു സ്മെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം തിരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിന് ത്രോംബസ് എന്ന് പറയാം, ത്രോംബോസിസ് അല്ലെങ്കിൽ ത്രോംബസ്. ഓക്കെ, രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജ് ആണ്. ത്രോംബസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ദ ബ്ലഡ് ക്ലോട്ട് വിതിൻ എ ബ്ലഡ് വെസൽ which can block the flow of blood through the circulatory system. It can occur in arteries or veins and may be caused by injury, surgery, inactivity or certain medications. നമുക്ക് എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്? ബ്ലോക്ക് വരാം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ മുറിവായിട്ട് നമ്മുടെ ആർട്ടറീസ് കട്ടായി പോവാം, അല്ലെങ്കിൽ അത് ചില വളരെ അപൂർവം സർജറീസിൽ സംഭവിക്കാം, ആക്സിഡന്റ്സിൽ സംഭവിക്കാം. ദെൻ കുറെ കാലം നമ്മൾ ഈ പറയുന്ന പോലെ ചില ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് ഈ രക്തക്കുഴലുകൾ ഇനാക്ടിവിറ്റി, നമ്മുടെ ശരീരം ആവശ്യമായിട്ടുള്ള ഒരു മൊമെന്റ് ഇല്ലാതെ ആ രീതിയിൽ നമുക്ക് സംഭവിക്കാം. അല്ലെങ്കിൽ വളരെ അപൂർവമായ ചില മരുന്നുകൾ കഴിക്കുന്ന വഴി നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാവും. റീസെന്റ് നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്ന ഒന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം ഈവൻ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു 4 years ബാക്ക് മേത്ര ഹോസ്പിറ്റലിൽ കാലിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലപ്പുറത്ത് നിന്നുള്ള ഏകദേശം ഒരു 60 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു അച്ഛൻ
വളരെ ആരോഗ്യവാൻ, ഗൾഫിൽ അങ്ങേയറ്റം ജോലി ചെയ്യുന്നു, പണിയെടുത്ത് വളരെ മക്കളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരാള് സഡൻ വൺസ് ഇൻ എ മോർണിംഗ് കോവിഡ് വരുന്നു. കോവിഡിന് ശേഷം അദ്ദേഹത്തിന്റെ കാലിന് മുട്ടിന് താഴേക്ക് പെട്ടെന്ന് ഫുള്ളി 100% ഒരു നീല നിറം വരുന്നു. 2-3 മേജർ ഹോസ്പിറ്റൽസിലേക്ക് പോകുന്നു. എല്ലാവരും ഈ പറയുന്ന രീതിയിൽ മുട്ടിന് താഴെ കാല് മുറിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇനി ഇതുള്ളൂ. കാര്യം മുട്ടിന് താഴെയുള്ള രക്തോട്ടം നിലച്ചു പോയി എന്നുള്ളതാണ്. സോ അദ്ദേഹം പോസ്റ്റ് കോവിഡ് സിംപ്റ്റ് ആണ്. അത് ആക്ച്വലി നമുക്ക് കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഷുഗർ ഇല്ല, മറ്റുള്ള ഹാർട്ട് ഡിസീസ് ഇല്ല. ഇന്നേ തീയതി വരെ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഡിസീസിന് അദ്ദേഹം മരുന്ന് കഴിച്ചിട്ടില്ല. അവസാനം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഒരു പോസ്റ്റ് കോവിഡ് സിംറ്റം ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ മുട്ട് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിൽ നിന്നാണ് അവസാനം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഞങ്ങളുടെ സീനിയർ കാർഡിയോളജിസ്റ്റ് എല്ലാവരും അവരെ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് കാലിലേക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും, പക്ഷെ നമുക്ക് കാലിന്റെ നമ്മുടെ പാദത്തിന്റെ പകുതി വരെ മാത്രമേ, അതായത് നമ്മളെ ഒരു ട്രാൻസ്മെറ്റാഡാസിൽ, അതായത് വിരലുകൾക്ക് തൊട്ട് മുന്നേ വരെ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ബാക്കി ഭാഗം പിന്നീട് നമുക്ക് സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു അവസ്ഥയാണ് സംഭവിച്ചത്. പക്ഷെ അദ്ദേഹം നമുക്ക് ആകെയുള്ളൊരു മനസ്സിനൊരു ആശ്വാസം എന്ന് പറയുന്നത് മുട്ടിന് താഴെ പോകുമായിരുന്ന ആ കാലം നമുക്ക് പാദം വരെ അദ്ദേഹത്തിന് നമുക്ക് തിരിച്ചു നൽകാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു കോസ്മെറ്റിക് ഫുഡൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് സുന്ദരമായിട്ട് ഇന്നിപ്പോ നടക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇത്രയും ഒരു മനുഷ്യ ജീവനെ അങ്ങേയറ്റം മനുഷ്യന്റെ ജീവിതത്തെ, അതായത് സോഷ്യൽ സ്റ്റാറ്റസിനെയും അതുപോലെ നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസിനെയും അങ്ങേയറ്റം ഒരു കഷ്ടതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ് വൺ എംബോളിസം. എംബോളിസം എന്ന് പറയുന്നത്, ഈ എംബോളിസവും ഈ ത്രോംബസും രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ത്രോംബസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ബ്ലോക്കാണ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ മനുഷ്യ ശരീരത്തിന്റെ എവിടെയും സംഭവിക്കാവുന്ന, അവിടെ അടിഞ്ഞു കൂടി കിടക്കുന്ന സ്റ്റാറ്റിക് ആയിട്ട് കിടക്കുന്ന ബ്ലോക്ക്, തടസ്സമാണ് ത്രോംബസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എംബോളിസം എന്ന് പറയുന്നത് ഈ ത്രോംബസിൽ നിന്നും ഇതിന്റെ ഒരു ഭാഗം ഏതെങ്കിലും രീതിയിൽ ബ്രേക്ക് ആവും, പൊട്ടിയിട്ട് ഇത് ശരീരത്തിൽ ഈ രക്തക്കുഴലിലൂടെ ഓടി നടക്കുന്ന ഒരു അവസ്ഥയാണ് എംബോളിസം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത്. സോ എംബോളിക് ഡിസീസ് is a condition where a blockage or emboli travels through the bloodstream and obstruct blood vessel, often a clot or other substance. This obstruction can restrict blood flow and cause tissue damage or death, leading to serious conditions like stroke or pulmonary embolism. A pulmonary embolism is typically caused by a blood clot that originates in the legs and travel to the lungs, while an embolic stroke is caused by an emboli that travels to the brain. Okay, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സ്ലൈഡിലുള്ളത്. കാലിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക്, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിൽ അടർന്നു മാറി നമ്മുടെ രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് അത് ലങ്സിലെത്തുന്നു. ലങ്സിൽ നമ്മുടെ ലങ്ങിന്റെ പ്രവർത്തനം അത് താളം തെറ്റിക്കുന്നു. സ്വാഭാവികമായിട്ടും ലങ്സിന്റെ പ്രവർത്തനം താളം തെറ്റിയാൽ, അല്ലെങ്കിൽ ലങ്സ് പ്രവർത്തനം നിർത്തിയാൽ പിന്നെ ശരീരത്തിലേക്ക് ഓക്സിജൻ ഉണ്ടാവില്ല. ആ ഓക്സിജൻ ഇല്ലാതിരിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പൾമണറി എംബോളിസം എന്ന് പറയുന്നത് വളരെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് ത്രെട്ടനിങ് ഡിസീസ് ആണ്. നമുക്ക് ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അത് ബ്രെയിനിലാണ് പോകുന്നതെങ്കിൽ അത് സ്ട്രോക്ക് ആയിരിക്കും അതിന്റെ ഫലം. നമ്മുടെ ലങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെ വരും. നമ്മുടെ കാലുകളിലാണ് ഈ എംബോളിസം ഉണ്ടാവുന്നതെങ്കിൽ എന്താണ് സംഭവം? കാലുകളിലേക്കുള്ള രക്തക്കുഴലിലാണ് എംബോളായി ട്രാവൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് അത് എവിടെയാണോ പോയി നിൽക്കുന്നത് അതിനുശേഷം രക്തോട്ടം ഉണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ കാലുകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാം. നമുക്കതിനെ ആ ബ്ലോക്കേജിനെ ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞില്ലായിരിക്കും. ഓക്കെ, ക്യാൻസേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെയധികം ഈ പറയുന്ന PVD-യേക്കാളോ PAD-യേക്കാളോ ഒക്കെ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ അസുഖം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോറി, അതിനകത്ത് ആ സ്ലൈഡിൽ ഒരു ക്യാൻസർ എന്നുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സോറി ടു ആൾ.
The circulatory system can be affected several types of cancers. Okay, leukemia നമുക്കറിയാം, പണ്ടൊക്കെ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഒരു അവസ്ഥയെ നിങ്ങൾ കേൾക്കാൻ കുറച്ച് സാധ്യത കുറവാണ്. പ്രാക്സിമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ, അതായത് അതിന് ചുരുക്കി പറഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ എന്ന് പറയാം. അത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുകൾ RBCs അതിന്റെ ജീവിതകാലം പൂർത്തിയാക്കാതെ പ്രിമച്വർ ആയിട്ട് നശിച്ചു പോവുക. ഓക്കെ, ആ പ്രിമച്വർ ആയിട്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് PNH എന്ന് പറയുന്നത്. അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് PNH എന്ന് പറയുന്നത്. പിന്നെ ലങ് ക്യാൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കിഡ്നി ക്യാൻസേഴ്സ് അതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒന്നാണ് നമ്മുടെ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുടെ വരാവുന്ന ഡിഫക്ട്സ് ആണ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾക്ക് വരുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഈ വെയിൻസും ആർട്ടറീസും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. അതായത് നിങ്ങളിവിടെ കാണാം, ഈ ഒരു ഇത് നോക്കൂ. നമ്മുടെ അശുദ്ധരക്തം ഓടുന്ന രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്, അശുദ്ധരക്തം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹാർട്ടിലേക്കാണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്കാണ് അശുദ്ധരക്തം പോകുന്നത്. നേരെ മറിച്ച് ശുദ്ധരക്തം എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിൽ ഇപ്പൊ കാലുകളിൽ നിന്നാണെങ്കിൽ ശുദ്ധരക്തം ഹാർട്ടിൽ നിന്നും താഴോട്ട് ഒഴുകുന്നു, അശുദ്ധരക്തം കാലിൽ നിന്നും മുകളിലേക്കാണ് ഒഴുകേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ മുകളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ സൃഷ്ടാവ് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ള നിരവധി വാൽവുകൾ എന്ന് പറയുന്നത്. ഈ വാൽവുകളാണ് ഈ രക്തത്തെ നമ്മുടെ ബ്ലഡിനെ മുകളിലേക്ക് സഞ്ചരിക്കാനായിട്ട് സഹായിക്കുന്നത്. അതായത് ഇതൊരു ചേംബറാണ്, ഇതൊരു കമ്പാർട്ട്മെന്റ്. ഈ കമ്പാർട്ട്മെന്റിൽ ബ്ലഡ് വന്ന് നിറയുന്ന സമയത്ത് ഇതിന്റെ തൊട്ട് താഴെ ഇതുപോലെയുള്ള ഇത് കണ്ടില്ലേ, ഇതാണ് വാൽവ് എന്ന് പറയുന്നത്. ഈ വാൽവ് അടയുന്നു, അടുത്ത വാൽവ് തുറക്കുന്നു. അങ്ങനെ ഓരോ വാൽവ് അടയുകയും തുറക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ ഈ അശുദ്ധ രക്തം നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നത്. അപ്പോ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വാൽവുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകൾ വരാം. അതായത് റീസെന്റ് വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, എന്താണ് വെരിക്കോസ് വെയിൻസിന് കാരണം എന്നുള്ളതിന് 100% ഇന്ന് വരെ ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ജനറ്റിക്, പാരമ്പര്യമാണ് എന്ന് പറയുന്നു, മറ്റു പല ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണെന്ന് പറയുന്നു, ഇനാക്ടിവിറ്റി, നമ്മുടെ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നേരം, മണിക്കൂറുകളോളം നിൽക്കുന്ന ആൾക്കാരിലാണ് ആക്ച്വലി ഈ അസുഖം കണ്ടിട്ടുള്ളത്. പക്ഷെ എന്ത് പറയാൻ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനിടയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വെരിക്കോസ് വെയിൻ പേഷ്യന്റ് എന്ന് പറയുന്ന 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. 8ാം ക്ലാസ്സുകാരൻ എത്ര മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു നമുക്ക് ഉത്തരവില്ല. ഓക്കെ, പക്ഷെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കണ്ടക്ടേഴ്സ്, ബസ് കണ്ടക്ടേഴ്സ്, പിന്നെ അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന പോലീസുകാർ, ഇവർക്കൊക്കെയാണ് നമ്മൾ മുന്നേ ഒക്കെ ഈ അസുഖം കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരിൽ മാത്രമല്ല, എല്ലാവർക്കും, നമ്മൾ ഒരു 5 വീട് എടുത്താൽ അതിൻ്റെ അകത്ത് വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും നമുക്ക് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖം നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വാൽവിൽ നിന്നും ഈ കമ്പാർട്ട്മെന്റിൽ നിന്നും അടുത്ത ഒരു കമ്പാർട്ട്മെന്റിലേക്ക് പോയിട്ടാണ് ബ്ലഡ് മേളിലേക്ക് എത്തുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോവാതിരിക്കുമ്പോൾ, ഈ വാൽവിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ അടഞ്ഞ വാൽവ് തുറക്കാതിരിക്കുകയും തുറന്ന വാൽവ് അടയാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ നമ്മുടെ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും. ഓക്കെ, ബ്ലഡ് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നിന്ന് എന്താവും, നമ്മുടെ ഈ വെയിൻസ് വീർത്തു വരും. അതാണ് ഈ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശരീരത്തിന്റെ എവിടെയും വരാം. ഓക്കെ, കാലുകളിൽ വരാം, അതുപോലെ നമ്മുടെ ഇപ്പം പുരുഷന്മാരാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, പിന്നെ ഭാവിയിൽ നമുക്ക് കുട്ടികൾ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. കാലുകൾക്കാവുന്ന സമയത്ത് ഇതുപോലെ വീർത്ത് തടിച്ചു വരാം. പിന്നെ ഇത് അവസാനം ഇത് പൊട്ടി നീരൊലിച്ച് മുറിവായിട്ട് വരാം. ഓക്കെ, ലീന പറവയുടെ അമ്മയുടെ കഥയൊക്കെ പറഞ്ഞ പോലെ മുറിവുകളൊക്കെ ആയിട്ട് വരാം. വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. 2 കാലുകളിലേക്കും നമുക്ക് വരാം. ചില ആൾക്കാർക്ക് ഒരു കാലിനൊക്കെ മാത്രം വരാം. പിന്നെ
തുടക്കം എന്ന് പറയുന്നത് ഒരു സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെലന്തി വല പോലെയാണ് ഇത്. നമുക്ക് നിങ്ങൾ കാലുകളിലൊക്കെ എന്നും രാവിലെ എന്നും നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നീല നിറത്തിൽ പതുക്കെ ഇങ്ങനെ ഒരു വെയിനൊക്കെ വന്ന് ഇതാണ് അതിന്റെ തുടക്കം. പിന്നീട് അത് വേദന വരാം, ഞരമ്പുകൾ തടിച്ചു വരാം, ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാം, മുറിവുകൾ വരാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ഇതാണ് നോൺ ഹീലിംഗ് വൂൺസ് എന്ന് പറയുന്നത്, ഉണങ്ങാത്ത മുറിവുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കാലിലേക്കുള്ള ഈ പറയുന്ന പോലെ രക്തോട്ടം, ശുദ്ധ രക്തത്തിന്റെ നീക്കം നിലയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സെൽസിനും ഒന്നും ഓക്സിജൻ കിട്ടാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന പോലെ മുറിവാകുന്നു. ഇനി മുറിവ് ഇല്ലാത്ത ഭാഗം നമുക്ക് നന്നായിട്ട് കറുപ്പ് വരുന്നു. അതിനുശേഷം പിന്നീട് അത് നിങ്ങൾ ചില ആൾക്കാരുടെ മുറിവുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ലിയർലി എന്താ പറയുക, നമ്മൾ കത്തിച്ച വിറക് പോലെയാണ് ഉണ്ടാകുക, ചുരുണ്ട് ആകെ ജീവനില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എന്താണ് ഈ നോൺ ഹീലിംഗ് വൂണ്ട് എന്ന് പറയുന്നത്? അതായത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ 2 മുതൽ 4 ആഴ്ചക്കുള്ളിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ മുറിവ് കരിയും. ഓക്കെ, 2 മുതൽ 4 ആഴ്ച കൊണ്ട് നമുക്ക് ഈ മുറിവ് കരിയുന്നില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സംതിങ് ഈസ് ദർ. നമുക്ക് നമ്മുടെ മുറിവിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ കൂടുതലായിട്ട് നമുക്ക് എന്തോ ഒരു ബലം വരുന്നു. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ അപ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു 2 മുതൽ 4 ആഴ്ച വരെ കരിയാത്ത മുറിവിലാണ് നമ്മൾ നോൺ ഹീലിംഗ് വൂൺസ് എന്നും അൾസർ എന്നും പറയുന്നത്, വ്രണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള മുറിവുകളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് നമുക്കത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ കാലുകളിലേക്കുള്ള ഏത് ആർട്ടറിയിലാണ് ഈ പ്രശ്നം, അതായത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ടിൽ നിന്നും താഴെ നമ്മുടെ കാലിന്റെ മുട്ട് വരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടറിയാണ് വരുന്നത്. അതിനുശേഷം ആ ആർട്ടറി 3 നമ്മുടെ കാലുകളിലേക്ക്, അതായത് കാലിന്റെ പാദത്തിലേക്ക്, കാലിന്റെ നമ്മുടെ മടമ്പ് ഭാഗം ഹീലിലേക്ക്, അതുപോലെ അതിന്റെ അകത്തൂടെ ഒരു ആർട്ടറി വരുന്നു. ഈ പ്രധാനപ്പെട്ട ഈ 3 ആർട്ടറീസിൽ ചില ആൾക്കാർക്ക് 3 ആർട്ടറിയും ബ്ലോക്ക് ആവും, ചിലവർക്ക് 2 ആവും, ചിലവർക്ക് 1 ആവാം. ഓക്കെ, ആ ആർട്ടറി മെയിൻ ആർട്ടറിയിൽ ബ്ലോക്ക് ആവുമ്പോൾ അത് മറ്റ് കാപ്പിലറീസിലേക്കും ബ്ലഡ് വരാത്ത ഒരു അവസ്ഥ വരുന്നു. ഇന്ന് നമുക്ക് ഇതിന് നിലവിൽ ബൈ ദ മെഡിക്കൽ സയൻസ് മോഡേൺ മെഡിസിൻ നമ്മൾ നിർദ്ദേശിക്കുന്ന പരിഹാരം എന്ന് പറയുന്നത്, തുടക്കത്തിലാണെങ്കിൽ നമുക്ക് മരുന്ന് വഴി സംഭവം നിയന്ത്രിക്കാം. അടുത്തൊരു വഴി എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി, അതായത് കാലുകളിൽ നമ്മൾ ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ കാലുകളിലേക്ക് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഈ ബ്ലോക്കിനെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും മാറാത്ത ചില ബ്ലോക്കുകളുണ്ട്. കാൽഷ്യം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചില വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാറക്കല്ല് പോലെ ഉറച്ച ബ്ലോക്കുകൾ ഒരിക്കലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴിയും നീക്കാതിരിക്കാൻ കഴിയുമ്പോൾ ഇന്ന് ഇപ്പം സ്റ്റെം സെൽ തെറാപ്പി പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് എല്ലാം മോഡേൺ മെഡിസിനിലുണ്ട്. പക്ഷെ ഇതൊക്കെ വളരെ ചിലവ് കൂടിയ ഒരു ചികിത്സാ രീതികളാണ് എന്നുള്ളത് വളരെയധികം നമ്മളിവിടെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഭാവിയിലല്ല ഇന്ന് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഫ്രറ്റേണിറ്റിയിൽ വന്നിരിക്കുന്ന ആൾക്കാരുകൾ മുഴുവൻ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിലേറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള ആ ഒരു സന്തോഷം കൊണ്ടാണ് ആക്ച്വലി ഞാൻ നിങ്ങളുടെ കൂടെ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രോഡക്റ്റ് രക്തചംക്രമണത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. ഓക്കെ, ചിലപ്പോ മെഡിക്കൽ കമ്പനിക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ സങ്കടം ഉണ്ടാക്കാനുള്ള ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിലേറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇതിൽ അങ്ങേയറ്റം റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതുപോലെ റിസർച്ചസും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. പക്ഷെ അത് അതിൻ്റെതായ രീതിയിലും അതിൻ്റെതായ ഭാവത്തിലും നമ്മളത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതുവരെയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഈ പറയുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ തടയാം, ചികിത്സാ രീതി നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് നമുക്ക് സമയം കളയുന്നില്ല. കാര്യം അസുഖം വന്നാൽ മാത്രമാണ് ചികിത്സ. പക്ഷെ അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് നമുക്ക് അസുഖം വരാതിരിക്കലാണ്. ഓക്കെ, കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അസുഖമുള്ളൂ. അസുഖം വരാത്ത ഒരുപാട് പേര് നമുക്ക് എങ്ങനെ അസുഖം വരാതിരിക്കാൻ പ്രാപ്തരാക്കാം എന്നുള്ളതായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുന്നതിൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ന് ഏഷ്യ വൻകരയിൽ ജനിച്ച ഒരാളാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് അഥവാ പ്രമേഹം വരാനുള്ള സാധ്യത
ജനനം കൊണ്ട് നമുക്ക് 30% നമ്മൾ അതിൽ ആയി കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 50% ചാൻസ് ആണ്. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സാഹചര്യത്തിന് അനുയോജിച്ച ഒന്ന് അല്ല എങ്കിൽ നിങ്ങൾ 100% ഡയബറ്റീസിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ മുക്തരാവില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാനുള്ളത്, ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓക്കെ, ഇന്ന് മുൻപേ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കൺട്രോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഡയബറ്റീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചില തരം ആൾക്കാരിൽ, അത് വളരെ പ്രത്യേകിച്ച് പറയുന്നത്, എല്ലാവർക്കും നമുക്ക് മാറ്റാൻ പറ്റും എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടെ മുൻപത്തേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഇന്ന് ഡയബറ്റീസ് റിവേഴ്സൽ ചെയ്യാം, വീണ്ടും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് പോവാം എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അത്തരം ഈവൻ അതിന് മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഈവൻ മെറ്റബോളിക് സർജറി എന്നൊക്കെ പറയുന്ന ഉപാപചയ സർജറി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സർജറീസ് പോലും നമ്മൾ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് റിവേഴ്സൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള സെഷനിൽ നമ്മുടെ രമേശ് മാഷ് പറഞ്ഞു, ഓക്കെ, ഡയബറ്റീസ് റിവേഴ്സൽ ചെയ്യാമെന്ന് പറയുന്നത് ചിലപ്പോൾ ആരും വിശ്വസിക്കണം എന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ഡയബറ്റീസ് നമുക്ക് റിവേഴ്സൽ ചെയ്തെടുക്കാം. 100% സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മുടെ BP അഥവാ ബ്ലഡ് പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുള്ളതാണ് നമ്മൾ കൊളസ്ട്രോൾ. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഈ 3 അസുഖങ്ങളെയും നമ്മൾ പറയാ ഒരമ്മ പെറ്റ മക്കൾ എന്നാണ് പറയാ. ഡയബറ്റീസ് ഉണ്ടോ എന്നാൽ പിന്നെ നിനക്ക് പ്രഷർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നിനക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും നമ്മൾ സ്വാഭാവികമായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്താം. പിന്നെ വരുന്നതാണ് പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ മെഡിക്കേഷൻ. എന്താണ് ഈ പ്രോപ്പർ എന്ന് പറയുന്നത്? അതായത് ഇത് ഈ ഒരു ഏതൊരു അസുഖത്തിന്റെയും ഇന്നുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ ഈ ആർട്ടീരിയൽ ഡിസീസസ് മാത്രമല്ല, ഏത് ജീവിതശൈലി രോഗത്തിന്റെയും ആണിക്കല്ല് അല്ലെങ്കിൽ കോർണർ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്: പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഫുഡ്, അതുപോലെ പ്രോപ്പർ മെഡിക്കേഷൻ. എന്താണ് എക്സസൈസ്? എക്സസൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വ്യായാമം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വ്യായാമം ഇല്ലാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അതായത് എനിക്കൊന്ന് നമ്മുടെ ഷാജി സാറിന്റെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഞാൻ ആരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് വാഹനം ഉപയോഗിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വീട് നമ്മുടെ ഇടയിലില്ല. പക്ഷെ ആ ബൈക്ക് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് എങ്ങനെ നമ്മുടെ വീടിന്റെ നടുത്തളത്തിൽ നിന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴെ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പടിഞ്ഞാപ്പുറത്തെ മുറിയിൽ നിന്നും, പടിഞ്ഞിറ്റയിൽ നിന്നും എങ്ങനെ വണ്ടിയിലേക്ക് കയറാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഈവൻ നമ്മുടെ വീട് പോലും നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ അത്തരത്തിൽ നടത്തം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അങ്ങേയറ്റം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓട്ടോറിക്ഷ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പോട്ടെ, നമ്മുടെ കുട്ടികൾ പോലും ആരും പോലും നടക്കുന്നില്ല. ഇന്ന് റോഡിൽ ലിഫ്റ്റ് ചോദിക്കുന്നവരുടെ എണ്ണം എത്രയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഈവൻ സാഹചര്യത്തിന്റെ എങ്കിലും കൂടെ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് പോലും അത് ചെയ്യാൻ കഴിയാത്തൊരു അത്രയധികം ടൈറ്റാണ് നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പൊ നമ്മൾ ആരെ കുറ്റം പറയാൻ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷെ എന്നാൽ കൂടെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നമ്മുടെ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അടുത്തുള്ളതാണ് പ്രോപ്പർ ഫുഡ്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോപ്പർ ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ചെറിയ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പറമ്പിൽ പണിയെടുക്കുന്ന ഒരാൾ കഴിക്കുന്ന അത്രയും ഭക്ഷണം, അത്രയും ക്വാണ്ടിറ്റി ഭക്ഷണം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾ കഴിക്കാൻ പാടില്ല. ഇതാണ് പ്രോപ്പർ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അധ്വാനിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നത്, അതിനാവശ്യമായ എത്ര ഊർജ്ജം നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എത്ര കാലറി നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആ ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിനോ, ഭാര്യയുടെ നിർബന്ധത്തിനോ, വീട്ടുകാരുടെ നിർബന്ധത്തിനോ, എവിടെയെങ്കിലും ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന 4 പേരും നന്നായിട്ട് കഴിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങളുടെ വയറിന് മതിയായാൽ നിങ്ങൾ ഭക്ഷണം നിർത്തുക. ലോകത്തിൽ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. നിങ്ങൾ മൃഗങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ. മൃഗങ്ങൾ അത് കഴിച്ച് നിങ്ങൾ ഇനി എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വേണ്ട. ഓക്കെ, അത്യാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ചില മൃഗങ്ങളൊക്കെ ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് പിന്നീട് കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് കഴിച്ചത് ഡയറക്ട്ലി തന്നെ അങ്ങ് പോകും, നമുക്ക് എവിടെയും സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക.
നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് എത്ര ഭക്ഷണം ആവശ്യമാണോ അത് മാത്രമേ നിങ്ങൾ കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ പ്രോപ്പർ മെഡിക്കേഷൻ. നമുക്കറിയാം ഇന്ന് ചില ആൾക്കാർക്ക് ഈവൻ നമ്മുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാല് ഇല്ല നിങ്ങൾക്ക് അസുഖം ഒന്നും നിങ്ങൾക്ക് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ഡോക്ടറപ്പ ഇത്, അയാളുടെ അടുത്ത് പോയി ഒരു മരുന്നും തന്നില്ല, എന്ത് ഡോക്ടറാ എന്നുള്ള പറയുന്ന ഒരു അവസ്ഥയാണ്. ചിലവർക്ക് മരുന്ന് എന്ന് പറയുന്നത് അമൃതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അസുഖം മാറാൻ ആവശ്യമായ മരുന്ന് മാത്രം കൃത്യമായിട്ട് കഴിക്കാം. ഓക്കെ, എല്ലാ അസുഖങ്ങളും മരുന്ന് കഴിക്കാതെ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. പക്ഷെ മരുന്ന് കഴിക്കേണ്ട അസുഖത്തിന് നമ്മൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം നമ്മൾ മരുന്ന് കഴിക്കുക. സ്വയം ഒരിക്കലും നിങ്ങൾ മരുന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല, എസ്പെഷ്യലി മോഡേൺ മെഡിസിൻ. കാര്യം പല ടൈപ്സ് ഓഫ് മെഡിസിൻ, ഈവൻ സ്റ്റിറോയിഡ്സ് പോലുള്ള സംഗതികൾക്ക് ചിലപ്പോൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിർത്തുന്ന സമയത്ത് അത് അതിനേക്കാൾ കൂടിയ സൈഡ് എഫക്റ്റിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഒരിക്കലും മരുന്ന് നിർത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഓരോ മരുന്നിനും അതിൻ്റെതായ അളവും നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെ കുറച്ചു കൊണ്ടുവരണം എന്നും എല്ലാമുള്ള കണക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരത്തിൽ മാത്രമേ നമ്മൾ മരുന്നായിട്ട് കഴിക്കാനായിട്ട് പാടുള്ളൂ. സോ സെയിം ഈ താഴെ കാണുന്ന സാധനം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഓക്കെ, ഇന്ന് ഈവൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്കറിയാം, ഈവൻ നമ്മുടെ സർക്കാരുകൾ പോലും എന്താണ് പറയുന്നത്, IT പാർക്കുകളിൽ ബിയർ പാർലറുകൾ തുടങ്ങുന്നു, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബിയർ പാർലറും അതുപോലെ തന്നെ മദ്യശാലകളും തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാം ആയിട്ട് ആൽക്കഹോളിക് കൺസപ്ഷൻ വരുന്നു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഒരു ഭാഗത്ത് നമ്മൾ ഈ സ്മോക്കിംഗ്, ടുബാക്കോ യൂസ്, ആൽക്കഹോൾ ഇതെല്ലാം നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മൾ തന്നെ അത്തരം സാധനങ്ങൾ ആരംഭിച്ചു. എന്ത് വൈരുദ്ധ്യം, എന്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തുകൊണ്ട് ആരും ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല? ഓക്കെ, നാളെ ഇത് നിർത്തിക്കൂടെ, ഇത് ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചൂടെ? പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഭാവിയിൽ നമ്മൾ അവിടേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നുകൂടെ, സോ കൺട്രോൾ യുവർ ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ, ദെൻ പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ മെഡിക്കേഷൻ, ദെൻ കിഡ് സ്മോക്കിംഗ്, ഓൾ ടൈപ്സ് ഓഫ് ടൊബാക്കോ യൂസേജ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിന്നെ അഡീഷണലി നമ്മൾ ഈ പ്രോപ്പർ ഫുഡിന്റെ അകത്ത് നമുക്ക് പറയാം, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം എന്ന് പറയുന്നത് ധാരാളമായിട്ട് നമ്മൾ കഴിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ കുടുംബത്തോട് നിങ്ങൾ വെള്ളം കുടിക്കണം എന്ന് ഞാനായിട്ട് പറയേണ്ട പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എസ്പെഷ്യലി നമ്മുടെ എനർജി ബൂസ്റ്റഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ എന്താണ് മാഗ്നറ്റിക് വാട്ടറിന്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നേക്കാൾ മുന്നേ. കാരണം ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ഇടയിൽ ഒരു ന്യൂ ബോൺ ബേബാണ്, ഒരു നവജാത ശിശുവാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. നമ്മളങ്ങനെ ഏതായാലും നമ്മുടെ പ്രസന്റേഷന്റെ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിട്ടാണ്. റൗട്ടർ അല്പം ഒന്ന് പണി തന്നു, സോറി. ദെൻ ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മുടെ ഈ ബയോഡോറിയം പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ഞാൻ ഈ സ്ക്രീനിൽ അവസാനത്തെ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു എന്താ പറയാ, കുറച്ചുകൂടെ ഒരു അതിശയോക്തി കലർത്തി പറയുകയാണെങ്കിൽ നമുക്ക് അസുഖമില്ലാത്ത ഒരു ലോകത്തിലേക്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സ്വപ്നം അത് തന്നെയാണ്, അസുഖമില്ലാത്തൊരു ലോകം. ആ ഒരു ലോകത്തിലേക്ക് നമുക്ക് ഡെഫിനറ്റായി നമുക്ക് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇപ്പോ എന്താണ് നമുക്ക് ഇതിന്റെ അവസാനമായിട്ട് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, നമ്മുടെ മനസ്സിലേക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം എടുക്കണം എങ്കിൽ കൂടെ ഈ ഒരു 3 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ കൂടെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിലേന്തി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ ഈ വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന് ഇവിടെ നമ്മുടെ ഈ ലോകത്തിൽ ഇതിന്റെ എന്താണ് ഇതിന്റെ റെലവൻസ്? കാര്യം ഇത്രേ ഉള്ളൂ,
ഇത്രയുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ന് ഞാൻ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ ഓരോരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്ന എന്തും, അതായത് നമ്മൾ എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓക്കെ, നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ഈ ബയോട്ടോരം പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അത് നമുക്ക് ഗുണകരമായി വന്നു, അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു. സോ ആ ഒരു പ്രോസസ്സ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ നമ്മുടെ സുഖത്തിനായിട്ട് ചെയ്തു, അത് മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരത്തിനായി, അവരുടെ ആവശ്യത്തിനായി നമ്മൾ ഷെയർ ചെയ്യുന്നു. സോ ഇത് തന്നെയാണ് അതിന്റെ ഒരു ചെറിയ രൂപം. ഈ ഒരു പ്രോസസ്സ് ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നമ്മുടെ അസുഖങ്ങൾ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് നമുക്ക് വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം നിങ്ങൾ തന്നെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്, വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ സ്ലൈഡ്സിൽ പറഞ്ഞിരിക്കുന്ന ഈവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ പാലിക്കുക. അടുത്തായിട്ട് ദി ജേർണി ഓഫ് 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇന്ന് നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു ആളെടുത്ത് പോയിട്ട് അതിനൊരു സമയമോ അതിനൊരു ദിവസമോ ഒന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിനുവേണ്ടി എടുത്തു വെക്കുക. കാര്യം ഇനിയും എത്ര നമ്മൾ മുന്നോട്ട് പോകാനുണ്ടെങ്കിലും നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു വീട് എടുക്കണമെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അത്രയും എത്ര നിലകൾ എടുക്കുന്നോ, നിങ്ങൾ എത്ര നിലകൾ എടുത്താലും അതിന്റെ തറയുടെ ഉറപ്പ് എന്താണ്, അല്ലെ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അത്രയും വലിയ വീട് നമുക്ക് പണിയാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താവും, നമ്മൾ എത്ര വലിയ വീട് പണിത് കഴിഞ്ഞാലും തറക്ക് ഉറപ്പില്ല എങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും സ്ട്രോങ് ആയിട്ട്, ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കുക. നിങ്ങൾ എല്ലാവരും അല്ല, നമ്മളെല്ലാവരും ചേർന്ന് എടുത്തു വെക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അസുഖമില്ലാത്ത ലോകത്തിലേക്ക് നമുക്ക് ചെല്ലാം. അതാവട്ടെ നമ്മുടെ സ്വപ്നം. ഇന്ന് നിങ്ങളുടെ അടുത്ത സെക്കൻഡിൽ ഈ ഒരു സാധനം നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഏതായാലും ഇടയ്ക്കുണ്ടായ ആ ഒരു ഇന്ററപ്ഷൻ നിങ്ങളോട് ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഏകദേശം ഒരു നെക്ഷലിനകത്ത്, കാരണം ഇതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് അതിനെ ഓരോന്നിനും എടുത്തു പറയുകയാണെങ്കിൽ വളരെ ബൃഹത്തായ ഒരു ടോപ്പിക്കാണിത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ഏതായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും എൻ്റെ കുടുംബമാണിത്, ഈ കുടുംബത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മനോജ് സാറിനോടും അതുപോലെ തന്നെ പർവീനെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവരാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ പർവീനോടും ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ക്ലാസ് സർ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെ ഉപകാരപ്രദമായി എന്ന് നമുക്ക് അറിയാം. സാറിൻ്റെ സ്ക്രീൻ ഷെയറിങ്ങിലാണ്. സോ ഇന്ന് നമുക്ക് ഡോക്ടർ സുമേഷ് സാറിൻ്റെ വളരെ വാല്യബിളായ ക്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഹ്യൂമൻ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റി ശരിയായ ഒരു ബൃഹത്തായ നോളേജ് തന്നെയാണ് ഡോക്ടർ നമുക്കിന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു അതിൻ്റെ കൂടെ ആർട്ടീരിയൽ പെരിഫറൽ ഡിസീസിനെ പറ്റി നല്ല വ്യക്തമായി സംസാരിച്ചു. സാറിൻ്റെ ഏത് ഫീൽഡിലാണോ സാർ എക്സ്പേർട്ടായിട്ടിരിക്കുന്നത് ആ ഒരു ഫീൽഡിനെ പറ്റി സാർ എങ്ങനെ കൃത്യമായി പറഞ്ഞു തന്നതിൽ നമുക്കറിയാം. ബ്ലഡ് സർക്കുലേഷൻ കാരണം വരുന്ന ഈ ഒരു അസുഖം നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, എന്താണ് ഇത് വരാനുള്ള കാര്യകാരണങ്ങളെപ്പറ്റി സാർ ശരിക്കും അത് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം, എന്തൊക്കെ അതിന് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മുടെ ഈ ഒരു അസുഖത്തിന് വേണ്ടി എങ്ങനെ വാല്യുബിൾ ആവും എന്നുള്ളത്, എങ്ങനെ സപ്പോർട്ടീവ് ആവും എന്നുള്ളത് കൂടെ ഡോക്ടർ നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ആക്ച്വലി ഡോക്ടർ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ഡെഫിനറ്റായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാറിന് കൂടുതൽ ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെന്നുള്ളത്. സാറ് വന്ന ഉടനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അസുഖത്തെ പറ്റി നമുക്ക് ഡോക്ടർ കറക്റ്റ് പറഞ്ഞു തന്നു എന്നുള്ളതാണ്.
ഓക്കെ. സോ അപ്പം എല്ലാവരും ഇന്ന് പെന്നും പേപ്പറും എടുത്ത് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും ഇങ്ങനെയുള്ള വാല്യുബിൾ ക്ലാസ്സിന് വേണ്ടി നമുക്ക് പിന്നെ ഡോക്ടറുടെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. ഐ വിൽ റിക്വസ്റ്റ് ഫോർ ഹിം ഫോർ ദ ഫർദർ ക്ലാസ്സസ്. നമുക്ക് എന്തായാലും ഒരു കണ്ടിന്യൂഷൻ വേണം. എന്തായാലും സാർ നമ്മുടെ ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കട്ടെ. അപ്പം നമുക്ക് കൂടുതൽ അതിശയകരമായ റിസൾട്ടുകൾ, കാരണം ഡോക്ടർ ഒബ്വിയസ്ലി ഡോക്ടർക്ക് അറിയാം ഇതൊരു ബ്ലഡ് സർക്കുലറി സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റും നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് വാട്ടറിൻ്റെ പ്രത്യേകത ഒക്കെ ഡോക്ടർ കൃത്യമായി. ഇനി ഞാൻ നിങ്ങളോടൊക്കെ പറയട്ടെ, നമ്മുടെ കൂടെയുള്ളവർ എത്രത്തോളം ആളുകൾ പ്രൊഡക്റ്റ് കറക്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഡോക്ടറെ ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഡോക്ടർ ഫോട്ടോ എടുത്ത് അയച്ചു തരാറുണ്ട്. വണ്ടിയിൽ വെള്ളവും കയ്യിൽ റിസ്റ്റ് ബാൻഡ്. സാറിന് കയ്യിൽ റിസ്റ്റ് ബാൻഡ് സാധാരണ കെട്ടാൻ പറ്റാറില്ല, കാരണം സാറ് നിങ്ങൾക്കറിയാം ഒരു വലിയൊരു പിന്നെ ഒരു എന്താ പറയുക പേഷ്യൻസിന് ഈ കാല് അറിയാലോ, കാലിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടറുടെ പോയിരുന്നു പേഷ്യൻസിനെ കാണാൻ. പറഞ്ഞു കണ്ടു നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ് ഓരോരുത്തരുടെ കാലിന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാലിൻ്റെ മേലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡോക്ടർക്ക് കണ്ടിന്യൂസ്ലി ഗ്ലൗസ് ഇടുകയും അഴിക്കുകയും ഗ്ലൗസ് ഇടുകയും അഴിക്കുകയും വരുന്നുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് ഡോക്ടർ സാറിന് കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടാൻ പറ്റാറില്ല. അപ്പോൾ ഡോക്ടർ കാലിൽ കെട്ടിയത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാറുണ്ടായിരുന്നു. വെള്ളം ബോട്ടിൽ കാറിൽ വെച്ചത് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡോക്ടർ എത്ര കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർക്ക് നല്ലൊരു റിസൾട്ട് എന്തെങ്കിലും ശാരീരികമായി ഡോക്ടർക്ക് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് സാറിന് പെട്ടെന്ന് മാറും എന്നുള്ളത് നമുക്കൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കുക. അപ്പോഴാണ് സാറിന് കൂടുതൽ നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ സാറിന് പേഷ്യൻസിലേക്ക്, ഇപ്പം തന്നെ സാർ ഓൾറെഡി പേഷ്യൻസിന് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ പേഷ്യൻസൊക്കെ അത് ആക്സെപ്റ്റഡ് ആണ്. പിന്നെന്താ പറയുക, അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ റിസൾട്ട്. പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സിന് ഉണ്ടാവുമല്ലോ ഒരു ചെക്കപ്പ് ടൈം, ആ ഒരു ഹോൾ ബോഡി ചെക്കപ്പിൻ്റെ ഡേറ്റ് അടുത്ത് വരികയാണ്. അപ്പം ഡോക്ടർ വിൽ ടേക്ക് ഓൾ ഓവർ ബോഡി ചെക്കപ്പ്. അപ്പോൾ ഡോക്ടർക്ക് കൂടുതൽ അറിയാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഡോക്ടറിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി ഡോക്ടർ അധികം താമസിയാതെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ബൃഹത്തായ നോളജ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനി അധികം ഞാൻ നീട്ടി വലിക്കുന്നില്ല. നമ്മുടെ ഗ്രേറ്റ് ലെജൻഡ് എന്ന് തന്നെ പറയാം നമ്മുടെ മനോജ് സർ. ഈ ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ എത്തിച്ച് കേരളത്തിൽ നമ്മുടെ ഇടയിൽ എത്തിച്ചു തന്ന ഈ ഒരു മനോജ് സാറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് വാക്കുകളില്ല, 100 വാക്കുകൾ. ഐ വിൽ ബിക്കം സ്പീച്ച്ലെസ്. അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് എന്തിനും എപ്പോൾ വിളിച്ചാലും നമ്മളെ സഹായിക്കാനും ഞാൻ എന്നും മനോജ് സാറായിട്ട് കോൺടാക്റ്റഡാണ് എന്നും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള മനോജ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഷനിൽ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെ ആവും. അതുകൊണ്ട് ഞാൻ എൻ്റെ എത്രയും പ്രിയപ്പെട്ട മനോജ് സാറിനെ ആദരവോടുകൂടി നമ്മുടെ ഈ 6 AM കൺക്ലൂഡ് ചെയ്യുന്നതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഹാർട്ടി വെൽക്കം മനോജ് സാർ. Okay, thank you so much. Thank you ലീന മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മൾ ബയോട്ടോറിയം കമ്മ്യൂണിറ്റി വളരെ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്, പ്രത്യാശയിലാണ്, പ്രതീക്ഷയിലാണ്. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയിലേക്ക് പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാർ കടന്നു വന്നിരിക്കുന്നു. ഇതെല്ലാം പ്രകൃതിയുടെ തീരുമാനമാണ്. ഒത്തിരി ആളുകൾ ബയോട്ടോറിയത്തിനോട് ടാറ്റ പറഞ്ഞപ്പോഴും അതിനേക്കാൾ മഹത് വ്യക്തിത്വങ്ങൾ ബയോട്ടോറിയം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയുടെ നിയമമാണ്, ദൈവാനുഗ്രഹമാണ്. ഈ ഫാമിലിയിലേക്ക് ബഹുമാന്യനായ ഡോക്ടർ സുമേഷ് സാറിനെ ഒരിക്കൽ കൂടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സുമേഷ് സാറിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷായി സാറിന്റെ വീട്ടിന്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത്. അതിനുമുമ്പേ ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. സാറുമായിട്ട് നേരിട്ട് ഇടപഴകാനും സംസാരിക്കാനും പരിചയപ്പെടാനും ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സംസാരത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിൽ ഒരു കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മസിൽ പിടിച്ച് നടക്കുന്ന ഒരാളല്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ട് എളിമയോടെ, സ്നേഹത്തോടെ, ആദരവോടെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എന്തായാലും വളരെ സന്തോഷം തോന്നി. ഞാൻ സാറോട് പറഞ്ഞു, സാറിനെ പോലുള്ള ആളുകൾ ഈ ബയോട്ടോറിയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ആരോഗ്യ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് താങ്കളെ പോലുള്ള ആളുകളുടെ ഒരു പോരാട്ടം നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം
എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് സാധാരണ ഡോക്ടേഴ്സ് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് പോലെ ആ പ്രൊഡക്റ്റ് എടുത്ത് മാറി നിന്നിട്ട് ഉപയോഗിക്കൽ മാത്രമല്ല മുഖ്യധാരയിലേക്ക് കടന്നു വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ ഒരു സെഷൻ, മോർണിംഗ് സെഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ചയാണ് സാറ് സജസ്റ്റ് എങ്കിലും വ്യാഴാഴ്ചത്തേക്ക് നമ്മൾ മാറ്റി. എന്തായാലും അടിപൊളിയായിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു 11 സിസ്റ്റമാണ് ഈ മനുഷ്യ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ആ 11 സിസ്റ്റവും പവർഫുൾ ആയിരിക്കണം. അത് ഏതാണ് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ എല്ലാത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. ഈ 11 സിസ്റ്റത്തിന് ഈക്വൽ പ്രാധാന്യം തന്നെയാണ്. പക്ഷേ അതിൽ നമ്പർ 1 ആണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം തീർന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ സർക്കുലേറ്ററി സിസ്റ്റം ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ എഫക്റ്റീവ് ആവുന്നു, അതിന്റെ സിസ്റ്റം എന്താ, എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഓരോ ഓർഗൻസിലേക്ക് എത്തിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് മുഖ്യ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും ലളിതമായിട്ടും സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് സുമേഷ് സാർ, ഡോക്ടർ സുമേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം ഉറപ്പ് നൽകുകയാണ്. കാരണം അത്രയും നല്ല റിസൾട്ട് സാറിന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സാറിന്റെ പേഷ്യൻസ്, സാർ തന്നെ പറഞ്ഞു ഇല്ലേ, സാറിന്റെ പേഷ്യന്റ് വഴി ആണ് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. പ്രവീണ, ലീന മാഡത്തിന്റെ ഒരു കൂട്ടുകാരിയാണ്, ഒന്നിച്ച് പഠിച്ചവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ അവരുടെ അമ്മക്കുണ്ടായ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മാഗ്നറ്റിക് പ്രൊഡക്റ്റിനെ കുറിച്ച് കൈ കെട്ടി ചെന്നപ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് എന്താണെന്നുള്ളത് അല്ലെ. അപ്പോ എന്തായാലും അന്ന് മുതൽ ഇങ്ങോട്ട് വളരെ ഇതിനെക്കുറിച്ച് ക്യൂരിയോസിറ്റിയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം ഈ നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം എന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അലോപ്പതി ആവശ്യമുണ്ട്, ഹോമിയോപ്പതി ആവശ്യമുണ്ട്, ആയുർവേദം ആവശ്യമുണ്ട്, എല്ലാം ആവശ്യമുണ്ട്. ഇതെല്ലാം പ്രകൃതി തന്നെ ഈ പ്രകൃതിയിലേക്ക് തന്ന ഓരോ സിസ്റ്റങ്ങളാണ്. എല്ലാത്തിനും അതിൻ്റെതായ മേന്മകളുണ്ട്. ഓരോന്നിന്റെയും മേന്മകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടി മിശ്രിതമായി സംയോജിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും നമ്മൾ അന്ധമായിട്ട് എല്ലാത്തിനും എതിർക്കുന്ന ഒരു സമ്പ്രദായം പാടില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, അലോപ്പതി അങ്ങോട്ടൊക്കെ അന്ധമായിട്ട് എതിർക്കുക എന്നുള്ളത്. അതല്ല, നമ്മൾ ആവശ്യത്തിനുള്ളത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടത്. അത്യാവശ്യമുള്ളപ്പോൾ നമുക്ക് അലോപ്പതി വേണ്ടി വരും. അതിന്റെ ഒരു അടിമയാവത്, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ഡെയിലി യൂസിന് നമ്മൾ അത് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. എമർജൻസിക്ക് നമ്മൾ അലോപ്പതി തന്നെ വേണം. ഇതെല്ലാം സമ്മിശ്രമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിൽ നമ്മളെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കുമെന്ന് സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അത് നമുക്കും അറിയാം അല്ലെ, നമ്മളെല്ലാം അത് അനുഭവിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് സാറിന്റെ സംസാരത്തോടുകൂടി ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇത് ആവേശത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ആവേശം നിങ്ങൾ കാണിക്കണമെന്ന് മാത്രമേ ഈ സുപ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാറുള്ളത്. അവസാനം സാർ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തതാണ് ശ്രീനാരായണനും മഹാദേവനെ കുറിച്ചിട്ടുള്ളത് അല്ലെ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ മറ്റുള്ളവരുടെ സുഖത്തിന് കൂടി വേണ്ടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അല്ലെ. ഡയറക്ട് സെല്ലിങ്ങിന്റെ മനോഹാരിത അതാണ്. നമുക്ക് സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുള്ള ഒരു ആശയം ഇല്ലേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ ഇവിടെ ഇല്ലേ പറഞ്ഞ ആ വാക്യങ്ങള് യാഥാർത്ഥ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് ഒരു ഗുണം കിട്ടിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കും നമ്മുടെ സമൂഹത്തിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവനെ സമഗ്ര രീതിയിൽ എല്ലാ രീതിയിലുള്ള വളർച്ചയിലേക്ക് ഇല്ല, ഫിസിക്കലി, മെന്റലി, സോഷ്യലി, എക്കണോമിക്കലി, സ്പിരിച്വലി ഒരു സമൂഹത്തെ നമ്മൾ ഇവിടെ ഉയർത്തുമ്പോൾ വലിയൊരു സമൂഹം ഇവിടെ വളർന്നു വരും, ഉയർന്നു വരും. എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറിന് ഒരിക്കൽ കൂടി കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലും എല്ലാവർക്കും സാറിനോട് നന്ദി പറയാനുള്ള അവസരം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർക്കെല്ലാം വേണ്ടി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ മെന്റർ രമേശൻ സാർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം രമേശൻ സാറിന്റെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ട്. അത് മെന്റർഷിപ്പ് ഉള്ളവർക്കേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 5:15 വരെ നമുക്ക് സംവദിക്കാനുള്ള അവസരമാണ്. 5:30 മുതൽ 6 മണി വരെ സാറിന്റെ ക്ലാസ് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകളാണ്. നമ്മൾ മാനസികമായിട്ട് ഉയർന്നു കഴിഞ്ഞാലേ നമുക്ക് എല്ലാ ലെവലിലേക്കും നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന രീതിയിൽ നമ്മൾ ഒരു കുടുംബത്തെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ക്ലാസ്സാണ് രമേശൻ സാറിന്റെ ക്ലാസ്.
അദ്ദേഹത്തിന് രമേശ് സാറിനോടും ഈ അവസരത്തിലുള്ള നന്ദിയും കടപ്പാടും ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഞാൻ ഈ അവസരത്തിലൂടെ അർപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് രമേശൻ സാറിന്റെ ഒരു വലിയ പ്രോഗ്രാം നമ്മൾ കേരളത്തിൽ തന്നെ മൊത്തം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ സുമേഷ് സാറിനെ പോലുള്ള ആളുകൾ ഒരു ഭാഗത്ത് വരുന്നു. പിന്നെ നമ്മളെ പോലുള്ള സാധാരണക്കാരൻ എല്ലാവരും കൂടി കൂടിച്ചേരുമ്പോ വലിയ എന്താ പറയാ, നമ്മുടെ ബയട്ടോറിയത്തിന്റെ ഒരു വസന്തകാലം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്രയും കാലം കേരളത്തിലുണ്ടായ ബയട്ടോറിയം അല്ല ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ പൂത്തുലയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് പ്രതീക്ഷയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണോ ബയട്ടോറിയത്തിലേക്ക് കടന്നു വന്നത്, അതെല്ലാം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് പല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തന്നെ രമേശൻ സാറിന്റെ പ്രോഗ്രാം 21-ാം തീയതി കണ്ടിന്യൂഷൻ എറണാകുളത്ത് ഉണ്ടാവും. 21-ാം തീയതി വൺ ഡേ പ്രോഗ്രാമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആധികാരികമായിട്ട് രമേശൻ സാർ സംസാരിക്കും 21-ാം തീയതി. 22-ാം തീയതി കൊട്ടാരക്കരയാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ആ കൊല്ലം ഭാഗങ്ങൾ ആളുകൾക്കെല്ലാം അവിടെ പങ്കെടുക്കാം. അതിന്റെ പിക്കുകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് 22-ാം തീയതി. അപ്പൊ 21-ഉം 22-ഉം രമേശൻ സാർ ഇവിടെ ഉണ്ടാവും. അതോടുകൂടിയിട്ട് കേരളത്തിൽ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും നമ്മൾ ഈ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യ കേരളത്തെ, ഞാൻ എപ്പോഴും പറയും പോലെ സമൃദ്ധമായ ഒരു കേരളത്തിനെ, മനസ്സിലായ, ഫിസിക്കലി, മെന്റലി, സോഷ്യലി, സ്പിരിച്വലി, നമ്മൾ സ്പിരിച്വലി എന്ന് അവസാനമാണ് പറയുന്നെങ്കിലും അത് പറയേണ്ടത് ആദ്യമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇല്ലേ? ഒരു പ്രാർത്ഥനയിൽ നിന്നും ഒരു വിശ്വാസത്തിൽ നിന്നുമാണ് എല്ലാം തുടങ്ങുന്നത്. അതിനാദ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് ഒന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും വിജയത്തിന് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുക. നമ്മൾ വേറെ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ, സീ മോർ പീപ്പിൾ. കൂടുതൽ ആളുകളെ കാണാനും സംവദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. കേരള ഓഫീസിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഓഫീസിൽ നിന്ന്. നമ്മുടെ പ്രിയങ്കരനായ റാഷി സലീം സാർ വരികയാണ്. ഓഫീസെല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്ത ദിവസം കേരള ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രോഗ്രാമാണ് ചാർട്ട് ചെയ്യുന്നത്. ഒന്ന് എറണാകുളത്ത് ഉണ്ടാവും, ഒന്ന് കോഴിക്കോട് ഉണ്ടാവും. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് ഞാൻ സൂമിലൂടെ അറിയിക്കും, അല്ലെങ്കിൽ പിക്ക് വരും, എല്ലാ വോയിസും വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജയ് ഈ ബൈട്ടോറി. താങ്ക് യു മനോജ് സാർ.